മരണനിഴലിൽ തിരിയേറുമ്പോ ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൽ തിരിയേറുമ്പോ അസ്ഥി സൈന്യമായി നിവർന്നിടും ദേശത്തിൽ വിളങ്ങിയിടും അസ്ഥി സൈന്യമായി നിവർന്നിടും എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഒരു 6 മാസത്തിന് മുമ്പ് എനിക്ക് ഇവിടെ വരുന്നതിനിടയായി വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോ കാലാവസ്ഥ കൊണ്ടുവരുന്നത് പോലെ എന്നെ കൊണ്ടുവന്നു. ଯେମିତି ଆମର କ୍ଲାଇମେଟ୍ ବଦଳିବେ ସେଇ ପ୍ରକାର ମତେ ବି ଓଡ଼ିଶାକୁ ପ୍ରଭୁ ଆଣିଛନ୍ତି। ହାଲେଲୁୟା। നിങ്ങൾ എല്ലാവരെയും കാണുവാൻ ଆପଣମାନଙ୍କୁ ସମସ୍ତଙ୍କୁ ଭେଟିବା ପାଇଁ കൂടെ ഇരുന്ന് ആരാധിപ്പാനും ଆମେ ସହିତ ଆରାଧନା କରିବା ପାଇଁ പാസ്റ്റർ ഫാമിലിയോട് ഒത്തായിരിക്കാനും ഒക്കെ ରାଷ୍ଟ୍ର ଫ୍ୟାମିଲି ସହିତ ଆଉଥରେ ଆମେ ମିଶିକି ରହିବା ପାଇଁ കർത്താവിനെയാക്കിയ വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ପ୍ରଭୁଙ୍କର ଦୟା ମୋ ଉପରେ ବର୍ତ୍ତିବା ଦ୍ୱାରା ମୁଁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦିଏ। ହାଲେଲୁୟା ହାଲେଲୁୟା। നമ്മളെല്ലാവരും കർത്താവിന്റെ നമ്മൾ ഒന്നും വെറുതെ അല്ല വന്നിരിക്കുന്നത്. നമ്മളൊന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ കർത്താവിനെ അറിഞ്ഞത്. ബൈബിൾ ഒരു വാക്യമുണ്ട്, പിതാവ് ആകർഷിച്ചിട്ടല്ല അല്ലാതെ ആരും പുത്രന്റെ അടുക്കൽ എത്തുന്നില്ല. നമ്മളെ എവിടെയായിരുന്നു അവിടെ നിന്ന് ഹാലിലെ കർത്താവ് നമ്മളെ ആകർഷിച്ചതോർത്ത് നമ്മൾ എത്ര നന്ദിയുള്ളവരായിരിക്കണം. പിതാവ് ആകർഷിച്ചിട്ട് മാനസാന്തരത്തിന്റെ ആത്മാവ് നമ്മൾ അടുത്ത് വരുമ്പോഴാണ് നമ്മൾ കർത്താവിനെ അറിയുന്നത്. നാം കർത്താവിനെ അറിഞ്ഞത് കർത്താവിന്റെ ദയയാണ്. അത് മാത്രം മതി നമ്മുടെ ആയുസ് മുഴുവൻ കർത്താവിന് നന്ദി പറയും.
କହିବାକୁ ବାଧ୍ୟ। ഒരുപാട് പേര് വചനം കേൾക്കുന്നുണ്ട്. ଅନେକ ଲୋକ ବାକ୍ୟ ଶୁଣୁଛନ୍ତି। നമ്മൾ ഇവിടെ നിന്ന് മൈക്കിൽ കൂടെ എത്ര വർഷമായിട്ട് പറയുന്നു. ଏଠି ଆମେ କେତେ ବର୍ଷ ହେଇକି ମାଇକିରେ ଆପଣମାନଙ୍କୁ ବାକ୍ୟ ଦଉଛନ୍ତି। താഴെ കടയിലുള്ളവർ ആരെങ്കിലും ഒന്ന് കർത്താവിന്റെ വചനം കേൾക്കാൻ കയറി വരുന്നുണ്ടോ? ଆମେ ଶୁଣନ୍ତୁ, ସେ ଦୋକାନରେ କେତେ ଲୋକମାନେ ଶୁଣିଛୁ, କିନ୍ତୁ ସେମାନେ ଆମ ପାଖକୁ ଆସିଛନ୍ତି କି? നമ്മൾ കടന്നു വന്ന കർത്താവിന്റെ ദയ. କିନ୍ତୁ ଆମେ ଈଶ୍ୱରଙ୍କ ପାଖକୁ କାହିଁକି ଆସିଲେ? ତାହା ଈଶ୍ୱରଙ୍କର ଦୟା। കർത്താവ് മാനസാന്തരത്തിന് ആത്മാവിനെ നമ്മളോട് അയച്ചത്. ଈଶ୍ୱର ଆମମାନଙ୍କୁ ଆମେ ପରିବର୍ତ୍ତନର ଆତ୍ମା ଆମମାନଙ୍କର ମଧ୍ୟରେ ପଠାଇଛନ୍ତି। ഹല്ലേലൂയ. ହାଲେଲୁୟା। അങ്ങനെ ആത്മാവിനെ അയച്ച് നമ്മൾ ഇവിടെ വന്നു. ଆତ୍ମାଙ୍କୁ ପଠାଇ ଆମମାନଙ୍କୁ ଈଶ୍ୱରଙ୍କ ମଣ୍ଡଳୀ ଭିତରେ ପ୍ରବେଶନ ପାଇଲୁ। ഇവിടെ നമ്മളായിരിക്കുമ്പോൾ നേരത്തെ കേട്ടതുപോലെ നമ്മൾ കർത്താവിനെ രുചിച്ചറിയണം. ଆଗରୁ ଆମେ ଶୁଣିବା ପରି ଈଶ୍ୱରଙ୍କୁ ଆସ୍ୱାଦନ କରି ଜାଣିବାକୁ ପଡିବ। നേരത്തെ നമ്മൾ തേന്റെ കാര്യം കേട്ടതുപോലെ ଆମେ ଆଗରୁ ଆମେ ମହୁଙ୍କର ବିଷୟ ଆମେ ଶୁଣିଛୁ। കർത്താവിനെ രുചിച്ചറിഞ്ഞില്ലെങ്കിൽ ଈଶ୍ୱରଙ୍କୁ ଆମେ ଆସ୍ୱାଦନ କରି ଜାଣିନଥିଲେ ഇനി കർത്താവിന് വരവെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. ଈଶ୍ୱରଙ୍କର ଆଗମନରେ ଆମେ ଯାଇପାରିବ ନାହିଁ। നമ്മൾ കർത്താവിനെ ടേസ്റ്റ് ചെയ്യാത്തോണ്ടാണ്. ଆମେ ଈଶ୍ୱରଙ୍କୁ ଟେଷ୍ଟ କରିବାକୁ ପଡିବ। കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. ଈଶ୍ୱରଙ୍କର ବାକ୍ୟ ଶୁଣିବା ବେଳେ ଆପଣଙ୍କୁ ଯଦି ନିଦ୍ରା ଆସେ, ଆପଣ ଟେଷ୍ଟ କରୁନାହାନ୍ତି। കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് മൊബൈലൊക്കെ എടുത്ത് നോക്കാൻ പോകുന്നു. ଈଶ୍ୱରଙ୍କର ବାକ୍ୟ ଶୁଣିଲା ବେଳେ ଆମେ ମୋବାଇଲକୁ କାହିଁକି ଯାଉଛନ୍ତି? കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ വേറെ വല്ല ചിന്തയിലായി പോകുന്നു. ଅନ୍ୟ ଚିନ୍ତାରେ ବାକ୍ୟ ଶୁଣିବା ବେଳେ ଆମେ ଯାଉଛୁ। കർത്താവിനെ നമ്മൾ ടേസ്റ്റ് ചെയ്തേ മതി. ଆମେ ଈଶ୍ୱରଙ୍କୁ ଟେଷ୍ଟ କରିବାକୁ ବାଧ୍ୟ। ഹല്ലേലൂയ. ହାଲେଲୁୟା। ഹല്ലേലൂയ. ହାଲେଲୁୟା। നമുക്കറിയാം സൂര്യന്റെ അടുത്തോട്ട് പോവാൻ ଆମେ ସୂର୍ଯ୍ୟ ପାଖକୁ ଆମେ ଯିବା ପାଇଁ ചുമ്മാ പോയാൽ കഴിഞ്ഞു. କାଲି ଆମେ ଗଲେ ଆମେ ଧ୍ୱଂସ ହେଇଯିବୁ। ഈ റോക്കറ്റും സാറ്റലൈറ്റ് ഒക്കെ അയക്കുന്ന ISR എന്ന കമ്പനിയാണ് നമ്മുടെ അവിടെ. ଆମର ଇଣ୍ଡିଆରେ ISR ବୋଲି ଗୋଟେ କମ୍ପାନୀ ଅଛି। ସେମାନେ ସାଟେଲାଇଟ ଆଉ ରକେଟ ଉପରକୁ ପଠାଉଛନ୍ତି। ഈ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്ത് ଏ ଚନ୍ଦ୍ରୟାନକୁ ପଠେଇବା ବେଳେ അതിനകത്ത് 2 കമ്പനി ഉണ്ടായിരുന്നു. അതിന്റെ പുറം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ടൈറ്റാനിയത്തിന്റെ കമ്പനി. ଦିଟା କମ୍ପାନୀ ଅଛି। ଆ ବାହାର ସବୁ ବିଷୟ ସେ ଟାଇଟାନିୟମ କମ୍ପାନୀ ବୋଲି ଗୋଟେ କମ୍ପାନୀ ସେମାନଙ୍କର କାମ। ആ കമ്പനി KMML ഉണ്ടാക്കി. ആ ସେ କମ୍ପାନୀ ଆମେ ପ୍ରିୟ ଭାଇଙ୍କର କମ୍ପାନୀ ସେମାନେ ତାହା ବନେଇଲା। അതായത് അതിന്റെ പുറത്തുള്ള ടൈറ്റാനിയം മെറ്റൽ എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞൊരു മെറ്റൽ. ടൈറ്റാനിയം ମାନେ ସେ മെറ്റଲକୁ ଆମେ ହାଲକା ଅଛି। ആ കമ്പനിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഇടയായിട്ടുണ്ട്. ଆମେ ମୁଁ ସେ କମ୍ପାନୀରେ କାମ କରୁଛି। അത് കഴിഞ്ഞ് അതിനകത്തുള്ള ഇലക്ട്രോണിക്സ് ഉപകരണം ഉണ്ടാക്കുന്ന കെൽട്രോണിന്റെ കമ്പനിയിൽ ഞാൻ വർക്ക് ସେ ചെയ്തു. ଭିତରେ ଯୋଉ ଇଲେକ୍ଟ୍ରୋନିକ ଜିନିଷ ବନେଇବ ସେ କମ୍ପାନୀରେ ବି ମୁଁ କାମ କରୁଛି। ഇപ്പൊ കെൽട്രോണിന്റെ കമ്പനി ഗഗൻയാൻ എന്നുള്ള പ്രോജക്റ്റിൽ മനുഷ്യനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ଏବେ କେଲଟ୍ରନ କଣ କରୁଛନ୍ତି? ଗଗନୟାନ ମାନେ ମନୁଷ୍ୟଙ୍କୁ ଆମେ ଉପରକୁ ଯିବା ପାଇଁ ଚନ୍ଦ୍ରମଣ୍ଡଳକୁ ନେବା ପାଇଁ ସେମାନେ ଆବିଷ୍କାର କରୁଛନ୍ତି। നമുക്ക് ചുമ്മാ അങ്ങ് പോകാൻ പറ്റത്തില്ല. ଆମେ ଖାଲି ଆମେ ଯାଇପାରିବନି। നമ്മൾ ഇവിടെ കഴിക്കുന്ന ഫുഡ് കഴിച്ചോണ്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ଏଠି ଆମେ ଖାଇବା ସକାଳ ପଖାଳ ସବୁ ଖାଇକି ଆମେ ଯାଇପାରିବନି। രാവിലെ ചിക്കൻ ബിരിയാണി കഴിച്ചോണ്ട് പോകാന്ന് വെച്ചാൽ ଚିକେନ പറ്റത്തില്ല. ବିରିୟାନୀ ଖାଇକି ଆମେ ଉପରକୁ ଯାଇପାରିବନି। അവിടെ എല്ലാം മിക്സ് ചെയ്ത് ചെറിയൊരു ഗുളികയാക്കിയിട്ടായിരിക്കും ଆମେ നമുക്ക്. ସବୁ ଗୋଟେ ടാബ്ଲେറ്റ് ଭିତରେ ଅଛି ସବୁ। ഹല്ലേലൂയ. ഹല്ലേലൂയ। അപ്പം നമ്മുടെ സൂര്യന്റെ അടുത്തോട്ട് ഈ ഭാഗ്യമായ അഴുക്കുള്ള തേജസ്സില്ലാത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോയാൽ കത്തി അപ്പോഴേ ଆମେ ଆମମାନଙ୍କର ଏ ପୃଥିବୀର ଜିନିଷ ସୂର୍ଯ୍ୟ ପାଖରେ ଯିବେ, ଖାଲି ସାଙ୍ଗେ ସାଙ୍ଗେ ଧ୍ୱଂସ ହେଇପାରେ। ഒരു സൂര്യന്റെ അടുത്ത് പോയാൽ ഇത്ര പ്രയാസമാണ്. ଗୋଟେ ସୂର୍ଯ୍ୟ ପାଖରେ ଯଦି ଯିବା ଧ୍ୱଂସ ହେଇପାରିଲେ 1000 സൂര്യന്റെ തേജസ്സുള്ള കർത്താവിന്റെ അടുത്ത് പോകാൻ നമ്മൾ എത്രത്തോളം തേജസ്സുള്ള ହଜାର ସୂର୍ଯ୍ୟର ପ୍ରତିଭା ଥିବା ପ୍ରଭୁଙ୍କର ପାଖକୁ ଯିବା ପାଇଁ କେତେ କଷ୍ଟକର। ഹല്ലേലൂയ. ହାଲେଲୁୟା। 1 കൊരിന്ത്യർ 15-ാം അധ്യായം 40-ാം വാക്യം എടുക്കണ്ട. ଆମେ ପ୍ରଥମ ଗ୍ରନ୍ଥିୟ 15 ଅଧ୍ୟାୟର 45 40-ാം വാക്യത്തിൽ പറയുന്നു സൂര്യനും തമ്മിൽ തേജസ് വേറെ. 15:40 କହୁଛି ସୂର୍ଯ୍ୟ ଆଉ ଗୋଟେ ସୂର୍ଯ୍ୟ ସହିତ ତାଙ୍କର ତେଜରେ ଆମେ ଜାଣିପାରିବା। ഇവിടെ നക്ഷത്രമുണ്ട്. 2 നക്ഷത്രവും തമ്മിൽ വേറെ വേറെ തേജസ്സാണ്. ଏଠି ଦିଟା ନକ୍ଷତ୍ର ଝୁଲିଛନ୍ତି। ସେ ନକ୍ଷତ୍ରର ତେଜର